എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കാളൻ റെഡിയാക്കിയെടുത്താലോ. അതിനുവേണ്ടി ചേനയും അതുപോലെ തന്നെ കായയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യാണെങ്കിൽ കടുക് താളിക്കാൻ ആവശ്യത്തിനുള്ള നെയ്യാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുപോലെ തേങ്ങയും ജീരകവും പച്ചമുളകുമാണ് എടുത്തേക്കുന്നത്. പച്ചമുളക് ഒരു 2 കഷ്ണം മാത്രം ഇട്ടേച്ചാൽ മതി. ഒരുപാട് ഏരി കൂടി പോയി കഴിഞ്ഞാൽ കാളിന് ടേസ്റ്റ് കുറയും. അതുപോലെ ഒരു നുള്ള് മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയാണ് എരിക്ക് ആവശ്യമായിട്ട് എടുത്തേക്കുന്നത്. തൈര് എടുത്തിട്ടുണ്ട്. തൈര് ഉടയ്ക്കാത്ത തൈരാണ്, കട്ട തൈരാണ് എടുത്തേക്കുന്നത്. കടുക് താളിക്കാനുള്ള വറ്റൽമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ കടുക് താളിക്കാനുള്ള കടുകും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പം എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം ഇത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വിഭവമാണ് സദ്യക്ക്. അപ്പം നമുക്ക് ഇതറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യത്തിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പം നമുക്കാണെങ്കിൽ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം, വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് ചേനയും കായും കൂടാണെങ്കിൽ ഒരു മൺചട്ടി എടുത്തിട്ട് അതിൽ നമുക്ക് വെള്ളവും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം തന്നെ ചേനയും അതുപോലെ തന്നെ കായുമാണെങ്കിൽ നമുക്കിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഒരു കായാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുപോലെ പച്ചക്കായ ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതുപോലെ ചേനയും ആണെങ്കിൽ ചെറിയൊരു കഷ്ണം ചേനയാണെങ്കിൽ ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. ഇതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു നുള്ളു മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. കുരുമുളക് പൊടിയാണ് പിന്നെ ബാക്കി ചേർത്തേക്കുന്നത്. അത് ഒരു 1/4 ടേബിൾ സ്പൂണാണ് കുരുമുളക് പൊടി എടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂണ്, ഒരു നുള്ള് മുളക് പൊടി, ഇത്രയും കൂടെ ഇട്ടിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇളക്കി നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മളാണെങ്കിൽ തീയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വെള്ളം ഒഴിച്ചതൊക്കെ ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു ചേനയും അതുപോലെ കായൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തീ ഇട്ടിട്ട് അത് കുറച്ച് വെക്കാൻ മറന്നു പോകണ്ട. കാരണം പെട്ടെന്നാണെങ്കിൽ വെള്ളമൊക്കെ വറ്റി വരും. പക്ഷേ ഈ ആണെങ്കിൽ കഷ്ണങ്ങളൊന്നും വെന്ത് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും ജീരകവും ഉള്ളത് നമുക്ക് നന്നായിട്ട് നല്ല മെഴുകുപോലെ അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ആദ്യം ഒന്ന് അരച്ച് ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുന്ന ജാറിലാണ് ഞാനാണെങ്കിൽ അരച്ചിതെടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 സ്പൂണാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തേങ്ങ നന്നായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടത്തില്ല. അതിനു വേണ്ടിയാണ് വെള്ളം അധികം ചേർക്കാതെ അരച്ചെടുക്കുന്നത്. അതുമാത്രമല്ല, ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാളനാണെങ്കിൽ ഒത്തിരി ലൂസായിട്ട് പോകും. അപ്പം നമുക്ക് ഒത്തിരി വെള്ളം ചേർക്കാതെ നമുക്ക് അധികം കട്ടിയുള്ള കുറുക്ക് കാളൻ പോലെയല്ല നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. അപ്പം നമ്മുടെ ആണെങ്കിൽ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് അതൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ ഈ ഒരു തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയിൽ കണ്ടോ, വെള്ളമാണെങ്കിൽ അധികം ഞാൻ ചേർത്തിട്ടില്ല. നേരത്തെ ഞാനൊരു കാളനാണെങ്കിൽ റെഡിയാക്കിയ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അത്യാവശ്യം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സദ്യക്കൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അധികം വെള്ളം ചേർക്കാതെ എടുക്കുന്നതായിരിക്കും. നമ്മൾ ഇലയിലൊക്കെ വിളമ്പുന്ന സമയത്ത് ഇതിങ്ങനെ ഒഴുകി നടക്കരുത്. അപ്പോൾ നമ്മൾ അല്ലാതാണെങ്കിൽ ഇപ്പം വീട്ടിലൊക്കെ നമ്മൾ ഒരു സൈഡ് ഡിഷ് പോലെ കഴിക്കാൻ, നമുക്കാണെങ്കിൽ ഒരു കറി പോലെ കഴിക്കാനാണെങ്കിൽ ഒരിച്ചിരി വെള്ളം കൂടിയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ സദ്യക്കൊക്കെ എടുക്കുന്ന സമയത്ത് അധികം ഇങ്ങനെ കുറുകിയിരിക്കുന്നതായിരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റും അതിൽ ഭംഗിയും വരുന്നത് അത് തന്നെ ആയിരിക്കും കേട്ടോ. ഭംഗിയെക്കാട്ടി കൂടുതൽ നമ്മൾ ഓരോ വിഭവങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് ടേസ്റ്റാണല്ലോ മുഖ്യം. അപ്പം തന്നെ നമുക്ക് കുറച്ചാണെങ്കിൽ ആ ജാറ് കഴുകിയിട്ടാണെങ്കിൽ വെള്ളം കൊണ്ടാണെങ്കിൽ ഒഴിച്ച് കൊടുക്കണം. അതൊന്ന് ഇളക്കി അതിൻ്റെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു തൈര് ഒഴിച്ചു കൊടുക്കാം. തൈരാണെങ്കിൽ നല്ല കട്ട തൈരാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്.
ഉപ്പാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തല്ലോ. ഇനിയാണെങ്കിൽ ഈ തൈര് കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഉപ്പ് നമുക്ക് വീണ്ടും ആണെങ്കിൽ ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഇല്ലെങ്കിൽ അധികം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പം വേണ്ട ഈ ഒരു പരുവത്തിനാണെങ്കിൽ നമുക്ക് തൈര് കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാളനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞെന്ന് പറഞ്ഞാലും കുറച്ച് കഴിഞ്ഞ് അതൊന്ന് തണുത്ത് വരുമ്പോഴത്തേന് ഒന്നുകൂടെ നമുക്ക് കുറുകി കിട്ടും. അപ്പം ആദ്യം ഒരുപാട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെള്ളം കൂടുതലും ഒഴിക്കേണ്ട, എന്നൊട്ട് കുറഞ്ഞും പോകണ്ട. നന്നായിട്ട് അത് തണുത്ത് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് കുറുകി കിട്ടും. ഇപ്പം ഞാൻ കടുക് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം കടുകിന് ഞാനാണെങ്കിൽ എണ്ണ ഒഴിച്ചേക്കുന്നത് നെയ്യിലാണ് കടുക് താളിക്കുന്നത്. അപ്പം നിങ്ങൾ സാധാരണയാണെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ തയ്യാറാക്കുന്നവരാണെങ്കിൽ നെയ്യിലാണെങ്കിൽ ഒന്ന് കടുക് താളിച്ച് ഇട്ട് നോക്ക്. നല്ല ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പം നമുക്ക് കടുക് താളിക്കാൻ വേണ്ടി ചെറുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മൂപ്പിച്ച് ഈ ഒരു കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കിയല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചേനയും അതുപോലെ തന്നെ കായും വേവുന്ന ഒരു സമയം മാത്രം മതി നമുക്ക്. ഇത് താമസമുള്ളൂ. അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അധികം താമസമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം വേണ്ട നമ്മുടെ കടുക് താളിച്ച് നമുക്കാണെങ്കിൽ ഈ ഒരു കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ തന്നെ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുമല്ലോ. നമുക്ക് നേരത്തെ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഈ കാളന്, ഓലന് അതുപോലൊക്കെ അങ്ങനെയൊക്കെ കഴിക്കാനാണെങ്കിൽ വലിയ മടിയായിരിക്കും. പക്ഷേ നെയ്യൊക്കെ ചേർത്തയാണെങ്കിൽ കൊടുക്കുവാണെങ്കിൽ അവർക്കും അത് ഭയങ്കര ഇഷ്ടമാവും. അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ റെഡിയാക്കി നോക്കൂ. അപ്പോൾ സദ്യക്കാണെങ്കിൽ ഒരു വിഭവം നമുക്ക് കാളൻ റെഡിയാക്കി എടുക്കാം. അതൊരു ഭയങ്കര പാടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. വീണ്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനിയും വേറൊരു വിഭവമായിട്ട് ഓണത്തിനാണെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വേറൊരു വിഭവമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എരിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്തേച്ചാൽ മതി. ഞാൻ 2 പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. അതുപോലെ തന്നെ എരിക്ക് ആവശ്യമായ കുരുമുളക് പൊടിയാണ് ചേർത്തത്. മുളക് പൊടി ഒരു നുള്ളു മുളക് പൊടിയാണ് ചേർത്തിരുന്നത്. പിന്നെ വറ്റൽമുളകാണെങ്കിൽ കടുക് താളിക്കുന്ന സമയത്ത് 2 വറ്റൽമുളക് ഇട്ടുള്ളൂ. വറ്റൽമുളകാണെങ്കിലും ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അതിനും നമ്മൾ മൂപ്പിച്ചിടുന്ന സമയത്ത് എരി കൂടുതൽ ആയിപ്പോകും. അപ്പം നമുക്ക് ആവശ്യാനുസരണം മാത്രം ചേർത്തെടുക്കുക. അതുപോലെ തന്നെ ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ചേർക്കാവൂ. ആദ്യമാണെങ്കിൽ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രമാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം ഇങ്ങനെ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് കാളൻ റെഡിയാക്കുന്നതെന്ന് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ വീണ്ടും നല്ല വിഭവങ്ങളായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.